താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്നതിൽ തീരുമാനം. ഉച്ചയ്ക്ക് ശേഷം സ്ഥലം സന്ദർശിച്ച കോഴിക്കോട് ജില്ലാ കളക്ടർ സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ അപകട ഭീഷണിയില്ലെന്നും വിശദ പരിശോധന നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഏകോപനത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നും വയനാട് കളക്ടറുമായി കൃത്യമായ ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു. ഇപ്പോൾ ഫ്യൂച്ചറായിട്ട് ഞാനിപ്പോൾ ഇമ്മീഡിയറ്റ് തിരിച്ച് ജിയോളജി സോയിൽ സർവേ ഈ പരിശോധനയിലേക്ക് വരും. കാരണം ഇപ്പോൾ ഹെവി വെഹിക്കിൾസ് ഇപ്പോൾ അലൗ ചെയ്യുന്നില്ല. ഹെവി വെഹിക്കിൾസും ബസ്സസ് ഇത് രണ്ട് ഇപ്പോൾ കൺസേൺ ആയിട്ട് ഞാൻ ഇപ്പോൾ നോക്കുന്നുണ്ട്. അതും നമുക്ക് അലൗ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷേ അതിൽ മുന്നേ കുറച്ചൊരു ടെസ്റ്റിംഗ്, ഒരു ഫിസിക്കലായിട്ട് ടെസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടാവും. അതിനുവേണ്ടി സോയിൽ സർവേ, ജിയോളജി എന്നെ ടെസ്റ്റിംഗ് ചെയ്തിട്ട് മോസ്റ്റ്ലി ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കുറച്ചൊരു ഡിസിഷൻ ഈ വിഷയത്തിൽ വരും. ചുരത്തിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഷബീർ ഒമർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകും. വയനാട് ചുരത്തിൽ അപകടമുണ്ടായ സ്ഥലത്ത് ഇപ്പോൾ ചെറുവാഹനങ്ങൾ മാത്രമാണ് കടന്നു പോകുന്നത്. ചെറുവാഹനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ അത്യാവശ്യം യാത്രക്കാരെ മാത്രമാണ് കടത്തിവിടുന്നത്. അനാവശ്യമായ യാത്രകൾ ഇതുവഴി ഒഴിവാക്കണമെന്ന് പോലീസ് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അപകടമുണ്ടായ സ്ഥലത്താണ്. മണ്ണും അവിടെ നിന്ന് പൊട്ടിവന്ന പാറക്കഷണങ്ങളും പൂർണ്ണമായി നീക്കം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ജിയോളജി ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെ പരിശോധനയും ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പ്രാഥമികമായി അല്ലെങ്കിൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ ഈ കാണുന്ന റോഡിൽ വിള്ളലുണ്ടായിട്ടില്ല. മുകളിൽ നിന്ന് പാറ അടർന്നു പോകുന്നതാണ് അപകടം അങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നാണ് പ്രാഥമികമായി ജിയോളജി ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ വലിയ വാഹനങ്ങൾക്ക് ഇപ്പോഴും നിയന്ത്രണമുണ്ട്. പ്രത്യേകിച്ച് ഭാരവാഹനങ്ങൾ, ചരക്ക് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഭാരവാഹനങ്ങൾക്ക് എപ്പോഴും നിയന്ത്രണമുണ്ട്. അതിന് മുന്നോടിയായി ഈ വാഹനങ്ങൾ കടത്തിവിടുന്നതിന് മുന്നോടിയായി ഈ ഭാഗത്ത് ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ഈ സ്ഥലം സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇതിനോടകം നടത്തിയ പരിശോധനയിൽ വലിയ പ്രശ്നങ്ങളില്ല, ഗതാഗത യോഗ്യമാണ്, അപകട ഭീഷണിയില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. പക്ഷേ ഭാരവാഹനങ്ങൾ കടത്തിവിടുന്നതിന് മുമ്പ് യന്ത്ര സഹായങ്ങളുടെ അടക്കമുള്ള പരിശോധന പിന്നീട് നടത്തും. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിശോധന കൂടി നടത്തിയതിനു ശേഷം സ്ഥിതിഗതികൾ വിലയിരുത്തും. കോഴിക്കോട്, വയനാട് ജില്ലാ കളക്ടർമാർ ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ചേർന്ന് ഇന്ന് ഏതാണ്ട് ഉച്ചയ്ക്ക് 2 മണിയോടെ യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം ഭാരവാഹനങ്ങൾ കടത്തിവിടണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും. അങ്ങനെ ഭാരവാഹനങ്ങൾ കടത്തിവിടുന്നതിൽ ഇപ്പോൾ തടസ്സങ്ങളില്ല. പക്ഷേ വലിയ വാഹനങ്ങൾ വരുമ്പോൾ നമുക്കറിയാം സാധാരണഗതിയിൽ ചുരത്തിലൂടെ വളരെ വേഗത കുറച്ചാണ് വലിയ വാഹനങ്ങൾ കടന്നു പോകാറ്. അങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരു അപകട സാധ്യത അല്ലെങ്കിൽ പെട്ടെന്ന് വീണ്ടും മഴ പെയ്ത് വലിയ തരത്തിൽ ചെളിയും മണ്ണും നീങ്ങി വരികയാണെങ്കിൽ ഇത് അപ്പുറത്തേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ, ഇതിന് പിറകിലുള്ള മറ്റു വാഹനങ്ങൾ നീങ്ങിപ്പോകാൻ, ഇവിടുന്ന് മാറിപ്പോകാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് വലിയ വാഹനങ്ങൾക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ജില്ലാ കളക്ടർ വിശദീകരിച്ചത്. അപ്പോൾ വലിയ വാഹനങ്ങൾ കടത്തിവിടുകയാണെങ്കിൽ അതിനും ചില ക്രമീകരണങ്ങൾ ഉണ്ടാകും. ഒരു പക്ഷേ നിയന്ത്രണത്തോടെയായിരിക്കും വലിയ വാഹനങ്ങൾ കടത്തിവിടുക. ആ സമയത്ത് മറ്റു വാഹനങ്ങൾ നിയന്ത്രിക്കുക, അങ്ങനെയായിരിക്കും ഇത് സ്വീകരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയോടുകൂടി ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ച് ഓണ സീസണാണ്, ഓണക്കാലമാണ്. ആ സമയത്ത് വലിയ തരത്തിൽ ചരക്കുകൾ വയനാട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ അന്തർ സംസ്ഥാന പാതയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ചരക്കുകൾ ഇതുവഴിയാണ് സാധാരണ നിലയ്ക്ക് കോഴിക്കോട് അവിടുന്ന് കേരളത്തിലേക്ക് അടക്കം മറ്റ് ജില്ലകളിലേക്ക് അടക്കം എത്തുന്നത്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്ത് വേഗത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്ന് ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിൽ ഉച്ചയ്ക്ക് ശേഷം തീരുമാനമുണ്ടാകും. ഷബീർ ഒമറിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഇപ്പോൾ ലഭിച്ചൊരു